പി എസ് സിയിലെ കേരള പി എസ് സിയിലെ കള്ളക്കളികൾ നമ്മൾ ഒരുപാട് കണ്ടു. അതായത് തോന്നിവാസം പോലെ ഓരോ ആൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാനായിട്ട് കുറേ എണ്ണം ഇരുന്ന് പണിയുന്നുണ്ട്. അവിടെ ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ 5 വേക്കൻസികളുണ്ടെന്ന് പറയുന്നു. അത് നികത്താത്തതിൻ്റെ കാരണം അതിൻ്റെ വീതം വെപ്പ് ശരിയായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊരു അപേക്ഷയുണ്ട്. ഒരു കാരണവശാലും ഈ 5 പോസ്റ്റ് നികത്തരുത്. ഇത് വേണ്ട നോക്കണം, അതിനുള്ള മാർഗം നോക്കണം. അത് ക്യാബിനറ്റ് കൂടി ആ തീരുമാനം എടുക്കണം. ഈ 5 പോസ്റ്റ് ആവശ്യമില്ല, മതി. കാരണം അത്രയും എണ്ണം ഈ 5 വെള്ളാനകളെ ഇല്ലാതാക്കാമല്ലോ. ഇത് എണ്ണം കുറയ്ക്കണം. 21 എണ്ണത്തിനെ കൊണ്ട് ഒരാവശ്യമില്ലത്. ഇത് വീതം വെപ്പ് കാരണമാണ്. ഈ വീതം വെച്ച് കൊടുക്കാനുള്ളതാണോ നമ്മുടെ കേരളത്തിലെ പാവങ്ങളുടെ പണം? അതുകൊണ്ട് ഒരു കാരണവശാലും ഈ 5 പോസ്റ്റ് നികത്തരുത്. മാത്രമല്ല വീണ്ടും ഇത് വെട്ടിക്കുറയ്ക്കണം. ഒരു 10 നിർത്തണം. ഈ 21 എന്ന് പറയുന്നത് അത് പാർട്ടികൾക്ക് വീതം വെക്കാനുള്ളതല്ല. അതെന്ന് മനസ്സിലാക്കണം. ആദ്യം കൊള്ളാവുന്ന ആളുകളെ അത് അപ്പോയിന്റ് ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇതേപോലെ തോന്നിവാസം പോലെ ഇപ്പം അതിനകത്ത് ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെയൊക്കെ കാര്യം കണ്ടു. അതിൽ ചെയർമാനൊക്കെ നടത്തുന്ന പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടതാണ്. അയാളുടെ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് അറ്റൻഡറുടെ ജോലിയാണ് കൊടുത്തേക്കുന്നത്. കാരണം അയാൾക്ക് എന്ത് ചെയ്യാമല്ലോ. അതായത് ഓഫീസ് അറ്റൻഡൻ്റെ ശമ്പളത്തിൽ, അതായത് ഒരു 10-35,000 രൂപ 40,000 രൂപ മാസം ശമ്പളം കിട്ടുന്ന പോസ്റ്റാണ് കൊടുത്തേക്കാണ്. പി എസ് സി തന്നെ ചെയ്തേക്കുന്നത്. അതായത് ആളുകളെ തിരഞ്ഞെടുക്കേണ്ട, ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ട സംവിധാനമാണ് പി എസ് സി. അവിടെ തന്നെ ചെയ്തേക്കുന്നത്. അത് ഇങ്ങനെ ഉണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളിനെ വിളിക്കണം. ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്തിനാ? ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ അത് നിർത്തേണ്ടതല്ലേ, പൂട്ടിക്കെട്ടേണ്ടതല്ലേ? ആർക്കെങ്കിലും അതിൽ നിന്ന് ജോലി കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇതേ വെച്ചേക്കും വേറെ രാഷ്ട്രീയക്കാർ അവരുടെ ആളുകളെ ഇതിലൊക്കെ തിരികെ കയറ്റും. അപ്പോൾ ഇതിനായിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം പോലും ആവശ്യമില്ല. അതുപോലെ അതായത് ഈ കള്ളത്തരം കാണിക്കാനായിട്ട് ഈ 10 കള്ളന്മാരുടെ എണ്ണം കുറയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ 10 ആക്കാൻ പറഞ്ഞത്. ഇതിനകത്ത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നത് അത് അയാളുടെ ഡ്രൈവറുടെ ഭാര്യ, അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് മാതൃകാപരമായ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരുത്തനുണ്ടല്ലോ ആലപ്പുഴ, ഈ അടിച്ച് നമ്മുടെ ഇപ്പോഴത്തെ MLA ഒക്കെ നട്ടലൊടിക്കാനും ഒക്കെ നടന്നുപോയി അതിലൊരുത്തൻ്റെ അളിയൻ, അവനും ജോലി. ഇതേപോലെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് CPMകാർക്ക് അവിടെ നിയമനം കൊടുത്തേക്കാണ്. അതായത് ഓഫീസ് അറ്റൻഡായിട്ട് അങ്ങ് കൊടുത്തേക്കാണ്. ഇത് എന്നാലേ നിർബന്ധമായിട്ട് ഇത് ലിസ്റ്റുണ്ട് പി.എസ്. സിയുടെ. അതിൽ നിന്ന് അഡ്വൈസ് മെമ്മോ കൊടുത്ത് ആളുകളെ നിയമിക്കുന്നതിന് പകരം അവിടെ കരാർ നിയമനമായിട്ട് അങ്ങ് തുടരുകയാണ്. എന്ത് ദോഷമാണ് ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരോട് കാണിക്കുന്നത്? വലിയ ക്രൂരതയല്ലേ ഇത് ഈ ചെയ്യുന്നത്? പിന്നെ അവിടുത്തെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ ഇത് വായിക്കാനിടയായി. വളരെ രസകരമായ കാര്യമാണ്. അതായത് ഈ ചെയർമാനും ഒക്കെ ഇഷ്ടമുള്ള ആളുകളെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ചെയർമാനും മെമ്പേഴ്സും. അംഗങ്ങൾ ഈ ചെയർമാൻ്റെ നടപടികളെ ഒന്നും ആരും എതിർക്കത്തില്ല. അതിൻ്റെ കാരണം എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ആളുകളാണ് ഉള്ളത് മുഴുവൻ. അപ്പോൾ മുഴുവൻ ആളുകളും അതായതുകൊണ്ട് അവർക്ക് തമ്മിൽ തർക്കമില്ല. അതായത് നീ ഇന്നത് ചെയ്യാം, എനിക്ക് ഇന്നത് വേണം, ഇതാണ് പരിപാടി. അങ്ങനെയാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അതായത് ഈ നാട്ടിൽ ഈ PSC വഴി നിയമനം കിട്ടാനായിട്ട് ഈ അപേക്ഷ അയച്ച് കുത്തിയിരുന്ന് പഠിച്ച് കഷ്ടപ്പെട്ട് ഉറക്കം വളച്ച് പഠിച്ച് എങ്ങനെയെങ്കിലും പോയി പരീക്ഷ എഴുതി ആ വെപ്രാളത്തോടു കൂടി ഈ റാങ്ക് ലിസ്റ്റ് നോക്കിയിരിക്കുമ്പോൾ ഈ വരുന്ന എങ്ങനെയുള്ള റാങ്ക് ലിസ്റ്റാണെന്ന് നമ്മൾ കണ്ടല്ലോ. ഇതേപോലുള്ള റാങ്ക് ലിസ്റ്റാണ് വെളിയിൽ വരുന്നത്. അതായത് 100 മാർക്കിൻ്റെ ചോദ്യമുള്ള അതിനകത്ത് 58 മാർക്കിൻ്റെ ആൻസർ വാല്യൂ ചെയ്തിട്ടില്ല. ഈ രീതിയിലാണ്. അപ്പോൾ പറയും ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. PSCക്ക് എന്തോന്ന് വിശ്വാസ്യതയുള്ള? ഒരു വിശ്വാസ്യതയില്ല ഈ കള്ളന്മാർ ഭരിക്കുന്നിടത്തോളം. അതായത് PSCയെ കള്ളന്മാർ കൊണ്ടു നടക്കുന്നിടത്തോളം ഒരു വിശ്വാസ്യതയില്ല. ഈ PSC ഇതിൻ്റെ അംഗങ്ങളെ ഒന്നും പിരിച്ചുവിടാൻ മാർഗമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് പബ്ലിക് ഫണ്ടിങ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ്ങിൽ ഉള്ള സ്ഥാപനമായതുകൊണ്ട് കേരള വിജിലൻസിന് അന്വേഷിക്കാം. ഇപ്പം എന്തെന്നറിയോ, വിജിലൻസിന് അന്വേഷണം വിടും എന്നൊക്കെ വിചാരിച്ചിരുന്നു. നോക്കി അപ്പോൾ വിജിലൻസിന് അവിടെ അന്വേഷണമൊന്നും വിട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വിജിലൻസ് അത് ഏറ്റെടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ഒരുങ്ങുന്നതായിട്ട് മനസ്സിലാകുന്നു. വിജിലൻസ്, കേരള പോലീസിൻ്റെ കീഴിലുള്ള വിജിലൻസ് അത് ഏറ്റെടുക്കണം. അതാണ് വേണ്ടത്. കാരണം ഗവൺമെൻറ് ഫണ്ടിങ് ഉള്ള കേരള ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഉണ്ടെങ്കിൽ
അത് നിർബന്ധമായിട്ടും PC പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കേരള വിജിലൻസിന് അന്വേഷിക്കാം, ഉറപ്പായിട്ട് അന്വേഷിക്കാം. അതേപോലെ തന്നെ കേന്ദ്ര ഫണ്ടിങ് ആയിരുന്നു ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ CBIക്ക് അന്വേഷിക്കാം, സെൻട്രൽ ഫണ്ടിങ് ഉണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ഇത് എടുക്കണം. അപ്പോൾ അതിന് പകരം ചെയർമാൻ ഒരു അന്വേഷണം അങ്ങ് ഓർഡർ ചെയ്തു. ആരാന്നറിയാം അന്വേഷിക്കുന്നത്? അവിടുത്തെ പരീക്ഷാ കൺട്രോളർ, അതായത് PSCയിലെ പരീക്ഷാ കൺട്രോളർ. അയാൾ ഇതെല്ലാം കൺട്രോൾ ഇതെല്ലാം കണ്ടേക്കുന്ന കള്ളനെയാണ് ഇത് ഏൽപ്പിച്ചേക്കുന്ന അന്വേഷണം. അയാൾക്ക് വിജിലൻസിൻ്റെയും കൂടെ ചുമതലയുണ്ടെന്ന്, അതുകൊണ്ടാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇതുപോലുള്ള അനാവശ്യങ്ങളും അസംബന്ധങ്ങളുമാണ് അവിടെ നടക്കുന്ന മുഴുവൻ. അതുപോലെ തന്നെ ഈ സ്വജനപക്ഷപാതം, അത് ഒരു ഇഷ്ടം പോലെ, അതായത് ഏതാണ്ട് ഒരു പോസ്റ്റ് ഫിഷറീസിലെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് തിരഞ്ഞെടുത്തേക്കുന്ന ആളുകളെ മുഴുവൻ CPMക്കാരെയാണ്. ഏതാണ്ട് 1-2 പേരെ ഒഴിച്ച് ബാക്കി ഒരുപാട് പേരെ എടുത്തതാണ്. അതിൽ മുഴുവൻ CPMക്കാരാണ് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അവരെ സഹായിക്കാൻ വേണ്ടി ഉള്ള പണികൾ നടത്തും. ഈ നിയമനമെല്ലാം പുനഃപരിശോധിക്കണം ഇവർ നടത്തിയേക്കുന്നത് മുഴുവൻ. ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ ഒരു 5 വർഷത്തെ നിയമനങ്ങളെങ്കിലും വീണ്ടും പുനഃപരിശോധിക്കണം. കാരണം ഇതെല്ലാം അനാവശ്യമാണ് കാണിച്ചു വച്ചേക്കുന്നത്, തോന്നിവാസമാണ്, രാഷ്ട്രീയ കളിയാണ് അവിടെ നടത്തിയേക്കുന്നത് മുഴുവൻ. അതുപോലെ അവിടെ ഈ കരാർ നിയമനമൊക്കെ നടത്തി വെച്ചേക്കുന്നവന്മാരെയൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിനെയും തൂക്കി വെളികളയണം, എടുക്കണം. ഇവിടെ റാങ്ക് ലിസ്റ്റിലെ ആളുകളുണ്ട്, അവരെ നിയമിക്കണം. അതിന് സർക്കാർ മുൻകൈ എടുക്കണം. അതിനുവരെ ഈ കരാറും കൊണ്ട് ഇരിക്കരുത്. ആ കരാർ ജീവനക്കാരെ അങ്ങ് പറഞ്ഞയക്കണം അവർ. അത് ചെയ്യത്തില്ല ആരും. കാരണം എന്താ, ഈ രാഷ്ട്രീയക്കാർ തമ്മിലുള്ള ഒരു ഒത്തുകളി അന്നൊന്നും സംശയം വരും ആളുകൾക്ക്. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. ഇതിനകത്ത് സർക്കാർ കർശനമായി ഇടപെടണം, അതാ വേണ്ടത്. പിന്നെ ഇവന്മാരെ പിരിച്ചുവിടാനൊന്നും പറ്റത്തില്ല കേട്ടോ, അതിന് വലിയ കുഴപ്പങ്ങളുണ്ട്. അതായത് അതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്, ഇത് ഭരണഘടനാ തലത്തിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ PSC. ഭരണഘടനയിൽ അതിന് വകുപ്പുകളും ഉണ്ട്. അപ്പോയിൻറ്റിങ് അതോറിറ്റി ഗവർണറാണെങ്കിലും അത് പിരിച്ചുവിടാൻ ഉള്ള പവർ എന്ന് പറയുന്നത് പ്രസിഡന്റ് വേണം ഇവർ പറഞ്ഞയക്കണമെങ്കിൽ. അത് മാത്രമല്ല, സുപ്രീം കോടതി ജഡ്ജിയുടെ ഒരു നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം നടത്തി അതിൻ്റെ പുറത്ത് വേണം, ആ റെക്കമെൻഡേഷനിൽ വേണം പിരിച്ചുവിടാൻ. അതൊന്നും എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ അങ്ങ് ഇരുന്ന് പൊക്കോട്ടെ, ഈ സാധനങ്ങൾ അവിടെ ഇരുന്ന് അങ്ങ് ദ്രവിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഇതിൻ്റെ കാലം കഴിയുമ്പോൾ ഇറങ്ങിപ്പോകുമല്ലോ. അപ്പോൾ എന്തായാലും പെൻഷനും ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അതിന് നടപടിയെടുത്ത് പിരിച്ചുവിടേണ്ടതാണ് ഇവന്മാരെല്ലാം. അതാണ് ചെയ്യേണ്ടത്. അടിയന്തരമായിട്ട് സർക്കാർ സർവീസിൽ നിന്ന് ഡെപ്യൂട്ടേഷന് പോയവരെ തിരിച്ചു വിളിക്കണം അതിലേക്ക്. അതാ ചെയ്യേണ്ടത്. എന്നിട്ട് കൊള്ളാവുന്ന ആളുകളെ നോക്കി വേണം അതിലേക്ക് എടുക്കാൻ. ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്നതിൻ്റെ കാര്യമൊക്കെ കണ്ടു, വളരെ രസകരമാണ്. ഇഷ്ടമുള്ളത് ചെയർമാൻ തന്നെ എടുക്കും. ഒരു വിവരമുള്ളവന് വേണ്ട ഇൻ്റർവ്യൂ നടത്താൻ. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന മിടുക്കരായ ഉദ്യോഗാർത്ഥികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഇവർക്കൊക്കെയുള്ള കഴിവെന്താ? അതിനുള്ള പാഠം അവർക്കുണ്ടോ? അതിനുള്ള പഠിപ്പുണ്ടോ? വിവരമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈ കള്ളത്തരം കാണിക്കാനുള്ള പരിപാടിയാണ് മുഴുവൻ നടത്തുന്നത്. ഇത് മുഴുവൻ യഥാർത്ഥത്തിൽ ശരിയായ നടപടി വേണം. ഇതിലെല്ലാം അന്വേഷണം നടത്തണം. അതിന് കേരള വിജിലൻസിന് ഇത് ഏൽപ്പിച്ച് എത്രയും പെട്ടെന്ന് ഈ അന്വേഷണം നടത്തണം. അതാണ് ചെയ്യേണ്ടത്.